എത്തിയാ? ഓ ഭയങ്കര ക്ഷീണം. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഒന്നും പറയണ്ട, ഇവിടെ എന്ത് തിരക്കായിരുന്നറിയാ. ഒരുത്തന് വീടില്ല, ഒരുത്തന് കിണറില്ല, ഒരുത്തന് അതിതർക്കം, മറ്റവന്റെ ഫാമിലി വിഷയം. ഇതെല്ലാം MLA ആയി ഞാൻ തന്നെ തീർക്കണമെന്ന് പറഞ്ഞാൽ നടക്കാതെ നോക്ക്. ഒരു ലോഡ് നിവേദനം അവിടെ കോർപ്പറേഷനിൽ ഒരു പ്രതിപക്ഷം കുറെ സ്മാർട്ട് സിറ്റി എന്നും പറഞ്ഞ അതും ഇതും എന്നെ പൊന്നു തലവേദന എടുക്കുന്നു. എന്ന് തീരും ഈ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക്? എന്നാലും ഇതൊരു വല്ലാത്ത പാർട്ടിയുടെ സമ്മർദ്ദം. അതിനപ്പുറം അതോടെ നിൽക്കട്ടെ. ഇന്ന് അളിയൻ വരുമെന്ന് പറഞ്ഞു, സഹോദരൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തലവലി ഒന്ന് തീർക്കണ്ടേ? അതിന് വേണ്ടേ? അതിനുവേണ്ടിയാണ് ഞാനും ഇന്ന് വന്നത്. ഇന്നിപ്പോ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല. ഞാനും ഇനി എങ്ങും പോകുന്നില്ല. ഇന്നലെ ഞാനൊരു ബക്കാടിയുടെ പകുതി വെച്ചിരുന്നല്ലോ, അതിവിടെ കാണും. അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അത് പോയി എടുത്ത് വെക്കാം. ഞാനും വരാം. ഓ ചേട്ടൻ ഇവിടെ നേരത്തെ ഇരിപ്പിടെ ഉറപ്പിച്ച ഫ്രൂട്ട്സിന്റെ കുറവും കൂടെ വേണ്ട. കൊച്ചുറക്കമായോ? ഓ ഉറങ്ങി. ഈ ഒരു സാധനം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ നായ്ക്കളെ ഇടയിൽ നിന്ന് എങ്ങനെ നിന്ന് പറ്റാൻ പറ്റും? ആദ്യം ഒരെണ്ണം അകത്ത് പോട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അതുപോലെ കുറേശ്ശെ കൂടി ഇന്ന് സഹോദരൻ വരുന്ന ദിവസമല്ലേ, അവർ വരുമ്പോൾ തന്നെ ഒരു ബാഡ് ഇമേജ് ഉണ്ടാവണ്ട. ഞാൻ വല്ലപ്പോഴാണ് ഉള്ളതാണിത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ ഇരിക്കുന്നത് കഴിച്ചാലും പെട്ടെന്ന് ഫിറ്റാവും. ഞാനൊന്നും കാണുന്നതല്ലേ. ജനങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ഭയങ്കര ശല്യക്കാരാണ്, ഭയങ്കര ശല്യക്കാർ. പിന്നെ നമുക്ക് ആ വോട്ട് കിട്ടും എന്നുള്ളൊരു രീതി, അവിടെ മാത്രമാണ് നമ്മൾ സൈലൻ്റ് ആവണത്. പിന്നെ അവൻ്റെ വീട്ടിൽ അതിന് തീർക്കാൻ നമ്മൾ എങ്ങനെ പോയി അതിനെ സോൾവ് ചെയ്യാൻ പറ്റും? അതിനല്ലേ പഞ്ചായത്തും മെമ്പർമാരും ഒക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളെ വീട് ആര് വെച്ച് തരും? യുവമാർ വെച്ച് തരും. ഞങ്ങൾ തന്നെ ആ പണിയുടെ പകുതി ആളല്ലേ ആയുള്ളൂ ഇപ്പോൾ അല്ലേ? ഏട്ടാ ഇതിന് ഈ കാര്യങ്ങളും സംസാരിക്കാതെ നമുക്ക് ഇന്ന് ഇനിയിപ്പോൾ എൻജോയ്മെന്റിനുള്ള ടൈമായി. ഇതൊക്കെ വേറെ ദിവസത്തേക്ക് വിടാം. അതാണ് ഞാൻ ഒരു സാധനം ഇല്ലായിരുന്നു എങ്കിലും ഭയങ്കര ഒരു ചെറുതൊഴിക്കട്ടെ. ഇനി കോർപ്പറേഷനിൽ നിന്ന് പോവേണ്ട ആവശ്യമില്ല. ഇന്നിനി കുടുംബകാര്യത്തിലോട്ട് പോട്ട്. അതേപോലെ ഞാനും ഒന്ന് ഒരു കഴുതാളെ വിളിച്ചാലും ഞാൻ ഫോണെടുക്കത്തില്ല. വരുത്താൻ വിളിക്കും, ഇന്ന് വിളിക്കേ ഉള്ളു. കിടന്നു ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മതി 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 കുറച്ച് മതി. എന്തായാലും ചേട്ടൻ തന്നല്ലേ കുടിക്കാം. താങ്ക് യു. Cheers. ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഇതങ്ങോട്ട് ഉള്ളിലോട്ട് പോയപ്പോൾ ആ ടെൻഷൻ ഫ്രീ ആയി മൈൻഡ്. ആകെ നമുക്കുള്ള വരുമാന മാർഗം ഇതാണ്. 100 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിനെയാണ് ഞങ്ങൾ 900 രൂപ 1000 രൂപയ്ക്ക് വിറ്റ് ജനങ്ങളെ കുടുംബങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നത്. എങ്കിലും ആകെ ഉള്ള വരുമാന മാർഗം ഈ ഒരു മദ്യം മാത്രമാണ്. ഇതിനി അവനാണോ എന്തോ അതിന് സമരമായിട്ട് വരുന്നത്. ഇതിന് സമരം വരും. പിന്നെ എന്തിനാണ് ഈ ജനങ്ങൾ സമരം ചെയ്യാത്തത്? കുറവേ അങ്ങനെ ചെയ്തോ അവര്. എന്തായാലും നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാൻ നോക്കട്ടെ. ഞാൻ വരാം. ഞാൻ എങ്ങും പോണ്ടെന്ന് വിചാരിച്ചില്ല. എന്താ വരാം വന്നല്ലേ പറ്റുള്ളൂ. വരാം. ശരി. എവിടെ പോകുന്നു? എനിക്ക് മഹേഷിന്റെ വീട് വരെ ഒന്ന് പോകണം.
എപ്പോ വരും? അവര് വരുന്നതിന് മുന്നേ വരുമോ? ഞാനൊരു 15 മിനിറ്റിനകത്ത് തിരിച്ചു വരും. അത്യാവശ്യ കേസ് എനിക്കതിപ്പോൾ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രശ്നമില്ല, പോയാലേ പറ്റൂ. ഞാൻ കീ എടുത്തോണ്ട് വരാം. പറഞ്ഞാൽ ചെയ്യാം, നമുക്ക് ചെയ്യാം, ഒരു വിഷയമല്ല, ചെയ്യാം. ആരോ പുറത്തുണ്ടല്ലോ, ആരോ പുറത്ത് വിളിക്കുന്നുണ്ടോ, നോക്കട്ടെ ആരാണ്. മാഡം പ്ലാസ്റ്റിക് ഉണ്ടോ? പ്ലാസ്റ്റിക്കിടെ കാണണം, നോക്കാം. താനെവിടെ പോകുന്നു? പ്ലാസ്റ്റിക് എടുക്കാൻ സഹായിക്കാനായിട്ട്. അവിടെ നിൽക്ക്, അകത്തേക്ക് വരണ്ട. ഇതേ മേയറിന്റെ MLA വീടാ. ഇവിടെ നിന്നെ പോലുള്ളവർക്കൊന്നും എന്റെ വീട്ടുമുറ്റത്ത് ചവിട്ടാനുള്ള യോഗ്യത പോലും ഇല്ല. പിന്നെ പ്ലാസ്റ്റിക് ഞാൻ നോക്കട്ടെ, മുകളിലോട്ടാണ് കാണണം. നീ ഇവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. പ്ലാസ്റ്റിക് കൊണ്ടുപോകും. ഓരോന്നൊക്കെ നേരം വിളിക്കുമ്പോൾ ഇറങ്ങി. നടപടി ഉണ്ടാക്കാം. ചെയ്തിരിക്കും ഞാനല്ലേ പറയുന്ന. ചെയ്യും. ഇല്ല, അങ്ങനെ വിചാരിക്കണ്ട. ചെയ്തിരിക്കും. മാറ്റമില്ല. ചെറിയൊരു തലവേദന ശകലം കഴിയുമ്പോൾ അങ്ങ് മാറും, ഓട്ടോമാറ്റിക്കായിട്ട് മാറും. എന്നാലും ആ ഒരു ടെൻഷൻ നല്ല ഒരു. ഇപ്പൊ ആരാ വിളിച്ചേ? അത് എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് മകേഷ്. എനിക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരണം. പിന്നെ ചേട്ടൻ പോയിട്ട് വാ. 10 മിനിറ്റ്. താക്കോലും നിർത്തുണ്ടോന്ന്? താക്കോലോ? കാറിന്റെ താക്കോലും നിർത്തുണ്ട്. താക്കോല് ഞാൻ തന്നില്ലായിരുന്നല്ലേ? ഇല്ല, എൻ്റെ തന്നില്ലേ താക്കോല് കൊണ്ടുവന്നിട്ട്. അയ്യോ ചേട്ടാ, പ്ലാസ്റ്റിക് പറക്കാനായിട്ട് ഒരു നശിച്ചവൾ ഇവിടെ വന്നായിരുന്നു. അവളെ ചാക്കിനകത്തായി പോയി തോന്നുന്നു താക്കോല്. എന്റെ കയ്യിലിരുന്നതാ. ചേട്ടൻ താക്കോൽ തരാമെന്ന്. അവളെ എവിടെ പോയി തപ്പാൻ പറ്റും? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞോ അവളാ? അവളെ ഞാൻ ഇച്ചിരി ആക്കിയാണ് വിട്ടത്. ദേഷ്യഭാവം ഉണ്ടായിരുന്നു. ഒന്നാ കുടിച്ചേക്കല്ലായിരുന്നു. ഇതിനൊക്കെ ഇനി എവിടെ പോയി തപ്പിയാ കിട്ടും? എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ പോവാനും അത്യാവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് പോയി നോക്കിട്ട് വരാം. വാ, എവിടെയും കാണാൻ. എങ്ങോട്ട് പോയി? ഈ ഏരിയയിലൊന്നും കാണാനില്ല. അങ്ങോട്ട് പോയി നോക്കാം. ആ വേസ്റ്റ് എടുക്കാൻ വരുന്ന പെൺകുട്ടി ഇതുവഴി പോകുന്നത് കണ്ടോ? അവിടെ ഒരാൾ ഇരിക്കുന്ന പോലെ കണ്ടിരുന്നു. എവിടെയാ? നേരെ അങ്ങോട്ട് പോയാൽ മതി. അവിടെ അല്ലേ? ഓക്കെ, വേഗം വേണ്ട നോക്കാം. ഇതൊന്നാതെ എനിക്ക് നടക്കാം. അവന്റെ കൈ കിട്ടുമെങ്കിൽ ഇത് കൊല്ലിയാണ്. MLA പോകുന്നത് എന്തോ വിഷയമുണ്ടല്ലോ. ഫോണിൽ എടുത്തേക്കാം. എവിടെയാണ് നശിച്ചവളെ? എന്റെ താക്കോല് എവിടെയാടി? ഏത് താക്കോല്? നീ ഇന്ന് രാവിലെ വീട്ടിൽ വന്നപ്പോഴേ വിചാരിച്ചതാ ശകുനമാണെന്ന്. എന്റെ സമാധാനം പോയി. ആ പ്ലാസ്റ്റിക് വേസ്റ്റിനകത്ത് എന്റെ കാറിന്റെ കീ കിടപ്പുണ്ട്, അത് ഇങ്ങ് എടുത്തതാ. ഞാനല്ലല്ലോ മാഡം വേസ്റ്റ് എടുത്തത്. മാഡം അല്ലേ എടുത്തോളൂ. മാഡം അല്ലേ താക്കോല് ഇതിനകത്തിട്ട? മാഡം തന്നെ എടുത്തോളൂ. എന്നോട് നീ ആജ്ഞാപിക്കുന്നു. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ലേ? നീ എന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ അവിടെ ഇരിക്കുന്നത്? നിനക്കിപ്പോ ഡ്യൂട്ടി ടൈം അല്ലേ? മാഡം ഇതെല്ലാം മാറ്റണ്ടേ മാഡം? ഞാൻ വിചാരിച്ചാലേ ഇന്ന് നിന്റെ ജോലി തെറിക്കും. മര്യാദയ്ക്ക് ഇങ്ങോട്ട് താക്കോലെടുത്താ. മാഡം എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? മാഡം അല്ലേ ഞങ്ങളെയൊക്കെ സംരക്ഷിക്കണം. ആ മാഡം തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഞങ്ങൾ ഈ രാവിലെ വീടാന്തോറും കയറി ഇറങ്ങുന്നത് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഞങ്ങളോടൊക്കെ ഇങ്ങനെ കാണിക്കാമോ മാഡം? ഒരു ദയ കാണിക്കണ്ടേ ഞങ്ങളോടൊക്കെ? അവളുടെ ഒരു അഹങ്കാരം. താക്കോല് ഇതാ മാഡം താക്കോല്. ഈ പരുവത്തിന് ഈ താക്കോൽ എന്റെ കയ്യിൽ തരാൻ നിനക്ക് എന്ത് ധൈര്യമാ ഉള്ളത്? ഇങ്ങോട്ട് തുടച്ചിട്ട് താടി ഇങ്ങോട്ട്. എനിക്ക് തുടയ്ക്കാൻ പറ്റത്തില്ല. മാഡം ആണ് ഇതിനകത്തിട്ട. മാഡം തന്നെ തുടച്ചാൽ മതി. എന്തോ ഞാൻ തുടയ്ക്കാനോ? ഞാൻ എന്തിനാ തുടയ്ക്കണം? ഞാനല്ലല്ലോ ഇതിനകത്തിട്ട. മാഡം അല്ലേ ഇട്ടത്. മാഡത്തിനെ അല്ലേ താക്കോല്. മാഡം തന്നെ ചെയ്താൽ മതി. നിർത്തേണ്ട നിലയ്ക്കാ നിർത്താനുള്ളത്. ഞാൻ സത്യമുള്ള കാര്യം എങ്ങോട്ട് താടി താക്കോല്.
ഇവിടെ ഒരു അഹങ്കാരം. എന്താ മേഡം കാണിക്കണേ? ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. എന്തേ പോയേടാ, അവര് ഇറങ്ങിക്കോളും. ഇതേടാ താക്കോലിപ്പോ ഞങ്ങളെടുത്ത കളി അവളുടെ. നിങ്ങൾ എവിടെ പോകുന്ന? അത് നിങ്ങൾ പറക്കിയിട്ടിട്ട് പോയാ ആരായിരുന്നാലും പറക്കിയിട്ടിട്ട് പോയാൽ മതി. എനിക്കറിയാം നിങ്ങൾ എന്നെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ പറക്കിയിട്ടിട്ട് പോയാൽ മതി. എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന് എല്ലാം കണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തത്. ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ. അത് തന്നെ നിങ്ങള് ഈ കാണിക്കുന്ന എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചുമ്മാ അല്ല. നിങ്ങളത് പറക്കി ഇട്ടിട്ട് പോയാൽ മതി. എനിക്ക് കാണിക്കേണ്ടവരെ കാണിക്കാൻ എനിക്കറിയാം. പറക്കി ഇട്ടിട്ട് പോയാൽ മതി. നിങ്ങള് നമുക്ക് നമ്മുടെ ഭാവി പോകും. എന്തായാലും പറക്കേട്ടാ ഒരു നാറ്റം. ഇത് നിനക്ക് സമാധാനമായാലോടി. വെക്കാറൊന്നുമില്ല. നിങ്ങള് പറക്കി ഇട്ടാ മതി. നിന്നെ ഞാൻ കാണേണ്ട രീതി കണ്ടോളാം. നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. അത് നിങ്ങൾ ചെയ്തിട്ട് പോയാൽ മതി. നിങ്ങളാണ് ഈ മാർഗ ഇത് കാണിച്ചു കൊടുക്കേണ്ടത്. മാതൃക കാണിക്കേണ്ടവര്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ജീവിതത്തിൽ പോലും കരുതി കിട്ടിയില്ല. നടു വേദനിച്ചിട്ട് വയ്യ. വാട്ടാ അവളുടെ മുഖങ്ങളിൽ നിന്നെ വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മള് പുഞ്ചിരിക്കണിരുന്നു. നമുക്ക് പണി കൊടുക്കണം, അവനും കൊടുക്കണം. വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതേപോലെ ഉള്ളവരെ പറക്കി ഇടിപ്പിച്ചിട്ടേ വിടാമുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യാനാ ചേട്ടാ? ഞങ്ങൾ രാവിലെ മുതൽ എല്ലാ വീടുകളും കയറി വേസ്റ്റ് എടുത്ത് ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? താങ്കളെ പോലെയുള്ള നല്ല മനുഷ്യനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. താങ്ക് യു സർ. എൻ്റെ ഒരു കടമയല്ലേ. ശരി അപ്പോൾ. എവിടെ വയ്ക്കുന്നു? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഒന്ന് ഇതുവരെ വരണമല്ലേ? എപ്പോ എത്തും? ഇപ്പൊ വരുമോ? ശരി, പെട്ടെന്ന് വാ. അണ്ണാ ഭയങ്കര വീഡിയോ എടുപ്പാണെന്ന് അറിഞ്ഞു. എന്ത് വീഡിയോ എടുത്തു? എവിടെ വീഡിയോ നോക്കട്ടെ. എന്തിന് വീഡിയോ കിട്ടിയില്ലേ? വീഡിയോ കാണിക്കണതിന് ആവശ്യമുണ്ട്. നിങ്ങളെ വീഡിയോ മിടുക്കന്മാര് തന്നെ കേട്ടാ. MLA വേറെ കിട്ടിയല്ല. അത് നിങ്ങളെ ഇതാണല്ലേ ഇവനൊക്കെ പഠിക്കണം. നമ്മളുടെ കാണിച്ചാലുള്ളത് എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് അവനോട് രണ്ട് സംസാരിച്ചിട്ട് ആശയം തീരട്ടെ. നീ അങ്ങനെ തന്നെ എണീക്കടാ. നീ അങ്ങനെ തന്നെ എണീക്കണം. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നിനക്കിപ്പോ മനസ്സിലായടാ ഞങ്ങൾ ആരാണെന്ന്. നമ്മളുടെ ഇനി മേലിൽ ഇതേപോലുള്ള കളിക്ക് വരരുത്. അറിയാല്ലേ? നിന്റെ ഫോണേ ഇപ്പൊ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇനി നിന്റെ ജീവനും കൂടെ നഷ്ടപ്പെടും നമ്മളുടെ കളിച്ച. നീ മനസ്സിലാക്കിക്കോ. നിന്റെ പേരിൽ പരാതിക്ക് എന്തെങ്കിലും പോയാൽ നീ ഓർമ്മിച്ചു വെച്ചോ, ഞങ്ങളാണ് പറയുന്നത്. നീ പോയി കഴിഞ്ഞാൽ നിനക്ക് പണി നമ്മൾ തന്നിരിക്കും. അവന്റെ ഒരു വീഡിയോ എടുപ്പ്